കൊലപാതക കുറ്റം തെളിഞ്ഞ് കോടതി ജീവപര്യന്തം ശിക്ഷിച്ചതോടെ കർണാടകയിലെ കോൺഗ്രസ് എംഎൽഎയെ അയോഗ്യനാക്കി. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിയമപ്രകാരവും ജനപ്രാതിനിധ്യ നിയമത്തിലെ വകുപ്പ് പ്രകാരവും ക്രിമിനലുകൾക്ക് കടുത്ത ശിക്ഷ കൊടുക്കണമെന്നുള്ളത് തന്നെയാണ് ജനങ്ങളുടെ ആവശ്യം. ഇത്തരത്തിൽ ശിക്ഷിക്കപ്പെടുന്നത് ആരായാലും അവരെ എടുത്ത് പുറത്തു കളയേണ്ടത് അത്യാവശ്യമാണ്. സമൂഹത്തിന് മാതൃകയാകേണ്ടുന്നവർ തന്നെ, ജനങ്ങളെ സേവിക്കാൻ ഇറങ്ങിയവർ തന്നെ ഇങ്ങനെ കൊലപാതകങ്ങളും ക്രിമിനലിസവുമായി നടക്കാൻ പാടില്ല എന്ന് ഉറപ്പുവരുത്തുന്നതാണ് ഈ വിധി എന്ന് തന്നെ പറയാം. അതായത് ധാർവാഡ് മണ്ഡലത്തിലെ കോൺഗ്രസ് MLA ആണ് മുൻ മന്ത്രി കൂടിയായ കുൽക്കർണി. 2016 BJPയുടെ ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്ന യോഗേഷ് ഗൗഡയെ കൊലപ്പെടുത്തിയ കേസിൽ വിനയ് കുൽക്കർണിയെ ബംഗളൂരുവിലെ ജനപ്രതിനിധികളുടെ കോടതി ശിക്ഷിച്ചതാണ്. ശിക്ഷാ കാലാവധി കഴിഞ്ഞ് മോചിതനായി 6 വർഷത്തേക്കും അയോഗ്യത തുടരും. അങ്ങനെ കൊലപാതക കേസിൽ ജീവപര്യന്തം ശിക്ഷ ലഭിച്ച കോൺഗ്രസ് MLAയെ കർണാടക നിയമസഭാ അംഗത്വത്തിൽ നിന്ന് അയോഗ്യനാക്കിക്കൊണ്ട് കത്ത് വന്നിരിക്കുന്നു. MLA സ്ഥാനത്ത് നിന്ന് നീക്കുന്നത് സംബന്ധിച്ച് നിയമസഭ വിജ്ഞാപനമിറക്കുകയും ചെയ്തിരിക്കുന്നു. ധാർവാഡ് മണ്ഡലത്തെയാണ് കുൽക്കർണി പ്രതിനിധീകരിച്ചിരുന്നത് എന്നുള്ളത് കൊണ്ട് കുൽക്കർണി അയോഗ്യനായതിനെ തുടർന്ന് ആ നിയമസഭാ സീറ്റ് ഒഴിഞ്ഞു കിടക്കുകയാണെന്നും ഈ വിജ്ഞാപനത്തിൽ അറിയിച്ചു കഴിഞ്ഞു. ഇനി ഉപതെരഞ്ഞെടുപ്പിലേക്ക് ധാർവാഡ് മണ്ഡലം നീങ്ങുകയാണ്. അതായത് കൊലപാതകത്തിലെ ക്രിമിനൽ ഗൂഢാലോചന എന്നിവയുൾപ്പെടെ ഒന്നിലധികം വകുപ്പുകൾ പ്രകാരം കോടതി കുൽക്കർണിയെ കുറ്റക്കാരനെന്ന് കണ്ടെത്തുകയായിരുന്നു. ഏപ്രിൽ 17-ാം തീയതി കുൽക്കർണിയെയും മറ്റ് 15 പേരെയും കോടതി ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചതോടെ നിലവിൽ ജയിലിൽ കഴിയുകയാണ് കുൽക്കർണി. ശിക്ഷാവിധി പുറത്തു വന്ന് 2 ആഴ്ചയോളം കഴിഞ്ഞാണ് അയോഗ്യത സംബന്ധിച്ച് നിയമസഭ സെക്രട്ടേറിയറ്റ് വിജ്ഞാപനം പുറപ്പെടുവിച്ചത്. ഞെട്ടിപ്പിക്കുന്നൊരു കൊലപാതകമായാണ് ഇതിനെ കർണാടക തന്നെ കണ്ടിരുന്നത്. അതായത് 2016 ജൂൺ 15-ന് BJPയുടെ ജില്ലാ പഞ്ചായത്ത് അംഗമായ ഗൗഡയെ ധാർവാഡിലെ ഒരു ജിമ്മിൽ വെച്ച് വാടക കൊലയാളികൾ വെട്ടിക്കൊലപ്പെടുത്തുന്നതായിരുന്നു കേസ്. പിന്നീട് ആ കേസ് CBI ഏറ്റെടുത്തു. കൊലപാതകം നടക്കുമ്പോൾ അന്ന് മന്ത്രിയായിരുന്ന കുൽക്കർണിയെ പ്രധാന ഗൂഢാലോചനക്കാരനായി ഇതിൽ പ്രതി ചേർത്തു. ജില്ലയിൽ വളർന്നു വരുന്ന ഒരു രാഷ്ട്രീയ എതിരാളിയായാണ് ഈ ഗൗഡയെ കുൽക്കർണി എപ്പോഴും കണ്ടതെന്നും ഇതേ തുടർന്നാണ് ഗൗഡയെ ഇല്ലാതാക്കാൻ ശ്രമിച്ചത് എന്നുമായിരുന്നു CBIയുടെ പ്രധാനപ്പെട്ട കണ്ടെത്തൽ. കൊലപാതകത്തിൻ്റെ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് മുഖ്യ സൂത്രധാരനാണ് വിനയ് കുൽക്കർണി എന്നാണ് CBI അവരുടെ കുറ്റപത്രത്തിൽ തന്നെ പറഞ്ഞത്. കേസിൽ 2020-ൽ CBI അറസ്റ്റ് ചെയ്ത ശേഷം കുൽക്കർണി ജാമ്യം നേടി പുറത്തിറങ്ങി. എന്നാൽ വിചാരണയ്ക്കിടെ തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചു എന്ന കേസിൽ വീണ്ടും അദ്ദേഹത്തിൻ്റെ ജാമ്യം റദ്ദാക്കി. പിന്നീട് വിചാരണ കഴിഞ്ഞ ശേഷം 2026 ഫെബ്രുവരിയിൽ സുപ്രീം കോടതിയാണ് കുൽക്കർണിക്ക് ജാമ്യം നൽകിയത്. എന്നാൽ ഇപ്പോൾ വിധി വരികയും ജീവപര്യന്തം ശിക്ഷിക്കപ്പെടുകയും ചെയ്തതോടെയാണ് ഈ കൊലയാളിയെ അയോഗ്യനാക്കിയത്.